സങ്കീർത്തനങ്ങൾ അധ്യായം 92. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനെ തിരുനാമത്തിന് പാടുന്നതും പ്രഭാതകാലത്ത് നിന്റെ കൃപയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും അറിയിക്കുന്നതും എത്ര നല്ലതാകുന്നു. ഞാൻ 10 കമ്പിയുള്ള വീണ വായിക്കും. കർത്താവേ, നീ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ നിന്റെ കൈവേലയിൽ മഹത്വപ്പെടും. കർത്താവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ എത്ര അഗാധങ്ങളുമാകുന്നു. ഭോഷനായ മനുഷ്യൻ അറിയുന്നില്ല, മൂഢൻ അതിനെ തിരിച്ചറിയുന്നുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും അന്യായം ചെയ്യുന്ന ഏവരും തഴയ്ക്കുന്നതും അവർ എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. കർത്താവേ, നീ എന്നേക്കും അത്യുന്നതനാകുന്നു. എന്തെന്നാൽ കർത്താവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിക്കും. അന്യായം പ്രവർത്തിക്കുന്നവരെല്ലാം ചിതറിപ്പോകും. നീ എൻ്റെ കൊമ്പുകളെ കാണ്ടാമൃഗക്കൊമ്പ് പോലെ ഉയർത്തി. സുഗന്ധ തൈലം കൊണ്ട് നീ എന്നെ അഭിഷേകം ചെയ്തു. എൻ്റെ കണ്ണുകൾ എൻ്റെ വൈരികളെ കാണുകയും എൻ്റെ ചെവികൾ എനിക്ക് വിരോധമായി നിൽക്കുന്ന ദുഷ്ടന്മാരെ കുറിച്ച് കേൾക്കുകയും ചെയ്യും. നീതിമാൻ ദക്കില വൃക്ഷം പോലെ തളിർക്കും. അവൻ ലെബാനോനിലെ ദേവദാരു വൃക്ഷങ്ങൾ പോലെ വളരും. കർത്താവിൻ്റെ ഭവനത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിലും നടപ്പെട്ടിരിക്കുന്നവർ വീണ്ടും തളിർക്കും. അവർ വാർദ്ധക്യത്തിലും വളർന്ന് പുഷ്ടിയും ആനന്ദവും ഉള്ളവരായിത്തീരും. കർത്താവ് നേരുള്ളവൻ, ബലവാൻ, വഞ്ചനയില്ലാത്തവൻ എന്നെല്ലാം അവർ പ്രസിദ്ധമാകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാരകമോർ